പറയുന്ന പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് ഒരു വിവരവും ബോധവുമില്ലാത്ത ഒരു മരയോള അവൻ പോയിട്ട് ചോദിക്കുകയാണ്, അഖിൽമാരാർ പറഞ്ഞല്ലോ ബിഗ് ബോസിലെ മത്സരാർത്ഥികളൊക്കെ കിടന്നു കൊടുത്തിട്ടാ പോണെന്ന്. ഇവനെയൊക്കെ മോന്താണ്ട് അവിടെ ചെബുക്കലടിച്ച് പറിക്കില്ലേ വേണ്ടത്? അവനെ കൺമുന്നിൽ കണ്ട അവിടെ ചെബുക്കലടിച്ച് പറിക്കണം എനിക്ക് തോന്നുന്നു. നീ എവിടെ നടാ കഴിവറാ മോനെ ഇത് കേട്ടത്? അപ്പൊ ഉടനെ അതായത് ഇപ്പൊ ശരണ്യ ഇത് കേട്ടിട്ടില്ല. ശരണ്യ ബിഗ് ബോസിനകത്ത് നിൽക്കുമ്പോൾ ഉണ്ടായ ഒരു വിഷയം, അല്ലെങ്കിൽ ശരണ്യ ആയിക്കോട്ടെ മറ്റൊരു സ്ത്രീ ആയിക്കോട്ടെ, ഇവരടുത്ത് പോയി ചോദിക്കുന്ന ഇതാണ്. ഇതിപ്പം കേട്ടോ ഞാൻ ഇങ്ങനെ പറയുന്നത്? പച്ച തെമ്മാടിത്തരങ്ങൾ ഓൺലൈൻ മാധ്യമ പ്രവർത്തന കോപ്പായെന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ നടന്ന ഒരാൾക്ക് പോയി ചോദിക്കുകയാണ്. അപ്പൊ ഇത് ചോദിക്കുമ്പോഴത്തേക്ക് ഈ കാര്യം എന്താണെന്ന് കേൾക്കാതെ ഈ പെൺകുട്ടികൾ പെട്ടെന്ന് അതിനകത്ത് റിയാക്ട് ചെയ്യുകയാണ്. അപ്പൊ ഇവരിങ്ങനെ റിയാക്ട് ചെയ്ത് ഇവർ സംസാരിക്കുന്നു. ഉടനെ ഇവരുടെ മറുപടി എടുത്ത് വെച്ച് അഖിൽമാരാർക്കെതിരെ ഇന്നാൾ, അഖിൽമാരാർക്കെതിരെ മറ്റേയാൾ. എടാ നീയൊക്കെ നിന്റെയൊക്കെ സ്വഭാവമുള്ളവന്മാർ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മയുടെയും ഭാര്യയുടെയും ബെഡ്റൂമിനകത്ത് ക്യാമറ വെച്ചിട്ട് നീയൊക്കെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന സ്വഭാവങ്ങളാണ് ഈ മാധ്യമ പ്രവർത്തകരാന്ന് പറയുന്നത്. നീയൊക്കെ എവിടുത്തെ മാധ്യമ പ്രവർത്തകർ? കോപ്പാ നിന്റെയൊക്കെ മാധ്യമ പ്രവർത്തനം. മൊബൈൽ എടുത്ത് വെച്ചിട്ട് തൊരിച്ച് ഇതിനകത്ത് ഒരു വിഷയം ഒരാൾ ഉന്നയിക്കുമ്പോൾ ഒന്നുകിൽ ആ വിഷയം എന്താണെന്ന് കേൾക്കാനുള്ള മാന്യത ഉണ്ടാവണം. അത്